ഒക്ടോബർ 7 ഇന്നത്തെ വിശുദ്ധർ: വിശുദ്ധ അഡാൾജിസ്, വിശുദ്ധ അഗുസ്തുസ്, വിശുദ്ധ കാനോഗ്, വിശുദ്ധ ഡൂബ്ഡാഷ്, വിശുദ്ധ ഹെലാനൂസ്, വിശുദ്ധ ജൂലിയ. ഇന്നേ ദിവസം തിരുസഭ ജപമാല രാജ്ഞിയുടെ വിജയമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ജപമാല രാജ്ഞി 12-ാം നൂറ്റാണ്ടിൽ ഡൊമിനിക്കന്മാരുടെ സ്ഥാപകനായ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ കൈകളിൽ നിന്നാണ് ജപമാലയുടെ വലിയ ജനപ്രീതി ലഭിച്ചത്. ഭൗതിക ലോകം തിന്മയാണെന്നും പിശാചിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ശക്തിക്ക് തുല്യമാണെന്നും പഠിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം പാഷണ്ഡത അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്നു. ഈ പാഷണ്ഡതയെ ആൽബിജൻസിയൻ പാഷണ്ഡത എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിൽ വിശുദ്ധ ഡൊമിനിക് വളരെ ആശങ്കാകുലനായിരുന്നു. യേശു വെറുമൊരു സൃഷ്ടി മാത്രമാണെന്നും ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയ കാലം കൂദാശകളിലുള്ള അവരുടെ വിശ്വാസവും സഭയുടെ അധികാരവും ഹനിക്കപ്പെട്ടു. ഈ പാഷണ്ഡതയെ പരാജയപ്പെടുത്തുവാൻ തൻ്റെ പ്രസംഗങ്ങളെക്കാൾ ഭേദം ജപമാലയായിരിക്കുമെന്ന് വിശുദ്ധ ഡൊമിനിക്കിന് തോന്നി തുടങ്ങി. മനിക്കേയരുടെ പിൻഗാമികളാണ് ആൽബിജൻസിയർ. അവർ സാധാരണ ജനങ്ങളെ വധിക്കുക പോലും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ ജപമാല കുരിശ് യുദ്ധം വിശുദ്ധ ഡൊമിനിക് ആരംഭിച്ചു. ഇതിൽ നിരവധി ആത്മാക്കളെ അദ്ദേഹത്തിന് വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചു. പരമ്പരാഗതമായി പഴയ നിയമത്തിലെ 150 സങ്കീർത്തനങ്ങളെ പ്രതീകാത്മകമായി പ്രതിനിധീകരിക്കുന്ന 150 മുത്തുകൾ അടങ്ങിയതാണ് ജപമാല. നമുക്കറിയാവുന്നതുപോലെ ഈ മുത്തുകൾ 15 ദശകങ്ങളുടെ നിഗൂഢതകളായി തിരിച്ചിരിക്കുന്നു. അവിടെ വിശ്വാസികൾ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ജീവിതത്തിലെ സന്തോഷകരവും ദുഃഖകരവും മഹത്വപൂർണവുമായ നിമിഷങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ റോസേറിയം വിർജീനിയസ് മരിയ എന്ന എൻസൈക്ലിക്കിൽ ജപമാലയെ മറിയത്തിൻ്റെ വിദ്യാലയമെന്നും സുവിശേഷത്തിൻ്റെ ഒരു സംഗ്രഹമെന്നും വിളിക്കുന്നു. അതിൽ വിശ്വാസികളെ ക്രിസ്തുവിൻ്റെ മുഖത്ത് സൗന്ദര്യം വിചിന്തനം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നു. അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അനുഭവിക്കുവാൻ എത്ര മനോഹരവും എത്ര സത്യവുമാണെന്ന് മനസ്സിലാക്കുവാൻ ഇത് സഹായിക്കുന്നു. വിശ്വാസത്തിലേക്കുള്ള അഗാധമായ പരിവർത്തനത്തിൻ്റെയും ധാർമ്മിക തിരുനാളിൻ്റെയും എണ്ണമറ്റ ആത്മാക്കളുടെ വിശുദ്ധിയുടെ വളർച്ചയുടെയും ഉറവിടമാണ് ജപമാല. ദുരന്തത്തിൽ നിന്നും തിന്മയിൽ നിന്നുമുള്ള യഥാർത്ഥ സംരക്ഷണമാണ് ജപമാല. 1571 ഒക്ടോബറിൽ ലെപ്പാന്തോ കടലിടുക്കിൽ നടന്ന യുദ്ധത്തിൽ ഓസ്ട്രിയയിലെ ഡോം ജുവാൻ തുർക്കികളുടെ നാവികപ്പടയുമായി ഏറ്റുമുട്ടിയപ്പോൾ വിശുദ്ധ പിയൂസ് 5-ാമൻ മാർപ്പാപ്പയും ഭക്തജനങ്ങളും ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. അവസാനം ക്രിസ്ത്യൻ സൈന്യം തുർക്കികളെ തോൽപ്പിക്കുകയും സഹസ്രക്കണക്കിന് ക്രിസ്ത്യാനികളെ മോചിപ്പിക്കുകയും ചെയ്തു. ഈ വിജയത്തിൻ്റെ വാർഷികം വിജയമാതാവിൻ്റെ തിരുനാളായി കൊണ്ടാടണമെന്ന് നിശ്ചയിച്ചു. 13-ാം ഗ്രിഗോറിയസ് മാർപ്പാപ്പ ആ തിരുനാളിനെ ജപമാല തിരുനാൾ എന്ന് നാമകരണം ചെയ്തു. 1716 ഹംഗറിയിലെ യവൂജീൻ രാജകുമാരൻ വീണ്ടും തുർക്കികളെ പരാജയപ്പെടുത്തിയപ്പോൾ ജപമാല തിരുനാൾ സാർവത്രിക സഭയിൽ കൊണ്ടാടാൻ നിശ്ചയിച്ചു. 13-ാം ലയോ മാർപ്പാപ്പ ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചു. 2-ാം വത്തിക്കാൻ സുന്നഹദോസ് പഠിപ്പിക്കുന്നു, നൂറ്റാണ്ടുകളിലൂടെ സഭയുടെ പ്രബോധനാധികാരം അംഗീകരിച്ചിട്ടുള്ള ഭക്തമുറകൾ ഈ സുന്നഹദോസ് വിലമതിക്കുന്നു. 1974 ഫെബ്രുവരി 2-ാം തീയതി മരിയൻ വണക്കം എന്ന ശ്ലൈഹിക പ്രബോധനത്തിൽ 6-ാം പൗലോസ് മാർപ്പാപ്പ ജപമാല ഭക്തിയുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ ലൂയി മോൺഫർട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ദിനം പ്രതി ജപമാല ചൊല്ലുമ്പോൾ ഒരിക്കലും നമ്മൾ വഴിതെറ്റിപ്പോവുകയില്ല. ഈ പ്രസ്താവന എൻ്റെ രക്തം കൊണ്ട് തന്നെ എഴുതി ഒപ്പിടാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള പ്രാർത്ഥനയാണ് ജപമാലയെങ്കിലും അത് ആന്തരാർത്ഥത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ്. ഗഹനമായ സുവിശേഷ സന്ദേശം അതിൻ്റെ ഘടകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. സുവിശേഷ സന്ദേശത്തിൻ്റെ ഒരു സാരസംഗ്രഹമായി അതിനെ വിശേഷിപ്പിക്കാം. മറിയത്തിൻ്റെ കന്യകാ ഉദരത്തിൽ ആരംഭിച്ച രക്ഷാകര മനുഷ്യാവതാര കർമ്മത്തിന് അവൾ നൽകുന്ന പ്രാർത്ഥനയാകുന്ന പ്രതികരണത്തിലെ പ്രതിധ്വനിയാണിത്. ജപമാലയിലൂടെ ക്രൈസ്തവർ മറിയത്തിൻ്റെ ശിഷ്യസമൂഹത്തിലിരിക്കുകയും ക്രിസ്തുവിൻ്റെ തിരുമുഖത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് ധ്യാനലീലരാകുകയും അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴം അനുഭവിക്കുന്നതിന് പ്രാപ്തരാക്കപ്പെടുകയും ചെയ്യുന്നു. ജപമാല പ്രാർത്ഥനയിലൂടെ വിശ്വാസികൾ ദിവ്യരക്ഷകൻ്റെ അമ്മയുടെ കരങ്ങളിൽ നിന്ന് തന്നെ സമൃദ്ധമായ വരപ്രസാദം സ്വീകരിക്കുന്നു. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയാണ് ഇങ്ങനെ പറഞ്ഞു വച്ചിട്ടുള്ളത്: പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.